അങ്ങനെ ദേ ഞങ്ങൾ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. പോകുന്നിടയ്ക്ക് കണ്ട ഒരു അതിമനോഹരമായിട്ടുള്ള കാഴ്ച. ദേ നല്ലൊരു പൂളുണ്ട്, രാത്രി വരാലോ എന്നൊരു പ്ലാൻ ഇട്ടു. അതിന് മുൻപ് കണ്ണൻ ഞങ്ങളോട് ചോദിച്ചു ഷോർട്ട് കട്ട് ഉണ്ട്, പക്ഷേ എല്ലാവർക്കും മതിൽ ചാടാൻ അറിയുമോ എന്ന് ചോദിച്ചു. ഞങ്ങളൊക്കെ നന്നായിട്ട് മതിൽ ചാടുന്നു ഞങ്ങളും. അങ്ങനെ മതിൽ ചാടിയിട്ടാണ് ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു അതിമനോഹരമായിട്ടുള്ള റിസോർട്ട് തന്നെയാട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവിടുത്തെ ഒരു ചുറ്റുപാടുള്ള അന്തരീക്ഷം, അവിടെ ചെയ്തിട്ടുള്ള ഓരോ വർക്കും നമുക്ക് മാനസികമായിട്ട് ഒരു എന്തൊക്കെയോ ഒരു ഇഷ്ടം തോന്നും അതിനോട്. നമ്മുടെ വീട്ടിൽ അതുപോലെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ നമുക്ക് തോന്നും. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അവിടെ മൊത്തം ഞങ്ങൾ നടന്ന സമയത്ത് കാണാൻ സാധിച്ചത് കേട്ടോ. പിന്നെ നമുക്ക് കിച്ചണാണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും ഒക്കെ തന്നെ അതിമനോഹരമാണ്. അങ്ങനെ നേരെ ഞങ്ങൾ നമ്മുടെ റിസോർട്ടിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒന്ന് വന്ന് നോക്കി എന്താണ് അവസ്ഥ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷേ അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഷീറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിലത്ത് വീണ് കിടക്കുകയാണ്. പിന്നീട് നല്ലൊരു വീട് നമ്മൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ എടുക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ കിച്ചണിലേക്ക് വന്നു. കിച്ചണിലേക്ക് വെച്ച് നല്ല പോർക്ക് വാങ്ങിയിരുന്നു, പിന്നെ കപ്പയും. ആദ്യം പോർക്കും കപ്പയും ഉണ്ടാക്കാമല്ലോ എന്നുള്ളൊരു പ്ലാൻ അങ്ങോട്ട് ഇട്ടു കേട്ടോ ഞങ്ങൾ വന്ന ഉടനെ തന്നെ. അങ്ങനെ നമ്മളെ പോർക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ സുനിയേട്ടനാണ്. ഒപ്പം ഓരോ ആളുകൾക്ക് ഓരോ പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ആളുകൾ ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കിച്ചണിൽ വന്ന സമയത്താണ് ഈ ഒരു കാഴ്ച ശ്രദ്ധിച്ചത്. ഇന്നത്തെ ഉറക്കം ഇവിടെ തന്നെയാണെന്നില്ല ഞാൻ അങ്ങോട്ട് പ്ലാൻ ചെയ്തു കേട്ടോ. പിന്നെ അതേ നമ്മുടെ ശ്രീജിത്തും ശ്രീരാഗും ഒപ്പം തന്നെ അനൂപും എല്ലാവരും ഓരോരോ വർക്കിൽ അങ്ങനെ പെട്ട് കിടക്കുകയാണ്. പല ആളുകളും ഒരു പക്ഷേ വീട്ടിൽ ഒരു പണി എടുക്കുന്നുണ്ടായിരിക്കില്ല. ഇങ്ങനെ കൂടുന്ന സമയത്താണ് ഓരോ ആളുകൾക്ക് ഇൻഡിവിജ്വലി ഓരോ കഴിവുണ്ട് എന്നുള്ളത് സ്വയം നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മുടെ സുല്ലേട്ടൻ നേരെ കിച്ചണിൽ പോർക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ചില ആളുകൾ നമ്മൾ വെളുത്തുള്ളി പൊളിക്കുന്നു, ഒപ്പം തന്നെ കപ്പ നന്നാക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വിഷ്ണുവേട്ടനാണ് നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ചിക്കന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ ചേട്ടൻ്റെ ഗിറ്റാർ വെച്ചിട്ടുള്ള ഒരു പ്രയോഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ JCB ഉപയോഗിച്ചിട്ട് വെളുത്തുള്ളി മാന്തെടുക്കുന്നു. അങ്ങനെ ഓരോരോ പരിപാടി. അതിൻ്റെ ഇടയിൽ നമ്മുടെ അനൂപയുടെ പാട്ട് പാടി ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ വന്ന് ആ ഒരു കാലാവസ്ഥയിൽ വൈബിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മുൻപ് ബാക്കി കാര്യം കൂടി ഫുഡിൽ എല്ലാ സെറ്റപ്പും ഉണ്ടാക്കി വെച്ചിട്ട് തുടങ്ങാലോ വെച്ചിട്ടാണ് എല്ലാവരും ആദ്യമേ കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത്. ചിക്കനിൽ മസാല തേച്ച് പിടിപ്പിക്കും നമ്മുടെ അനൂപാട്ട്, ഉണ്ടാക്കിയുള്ളത് നമ്മുടെ വിഷ്ണുവേട്ടനും. അതിൻ്റെ ഇടയിൽ ഒരു ഓംലെറ്റ് കഴിക്കാൻ ആഗ്രഹം. അങ്ങനെ നേരെ സുല്ലേട്ടനടുത്ത് ചെന്നു. സുല്ലേട്ടത്തെ ഒരു ഓംലെറ്റ് അടിച്ചു തന്നു കേട്ടോ. അങ്ങനെ അതും അങ്ങോട്ട് കഴിച്ചു. പിന്നീട് ഓരോരോ വർക്ക് ഉണ്ടായിരുന്നു എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം മറ്റു പരിപാടിയിലേക്കൊക്കെ തിരിയാൻ വേണ്ടിയിട്ട് കേട്ടോ. കലാപരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ പോർക്ക് സെറ്റ്, പോർക്കും കപ്പയും നല്ല അടിപൊളി സംഭവം. ഇത്രയും കാലങ്ങൾക്ക് ശേഷം നല്ലൊരു പോർക്ക് കഴിക്കണത് ഇവിടെ കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് എനിക്ക് പ്രിയപ്പെട്ട കുറച്ച് ആളുകൾ അവരുണ്ടാക്കി തരാറുണ്ട്. അതേ ടേസ്റ്റോട് കൂടി നമ്മുടെ സുല്ലേട്ടൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ വെച്ച് പോർക്ക് പല ആൾക്ക് ഉണ്ടാക്കി പരിചയമില്ലാത്ത സംഭവം, പക്ഷേ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ.